വർഷത്തിൽ 2 തവണ മാത്രം സ്ഥിരമായി മലപ്പുറം തിരൂരിലെത്തുന്ന ഒരു ഗുരുവായൂരുകാരനുണ്ട്. തൃപ്രങ്ങോട്ടുകാരുടെ ഏറ്റവും പ്രിയപ്പെട്ടവനായി ഇവൻ മാറിയിട്ട് ഇപ്പോൾ 20 കൊല്ലമായി. ഇവൻ വരുന്ന ദിവസം നാട്ടുകാർ ഭക്ഷണവും മറ്റും തയ്യാറാക്കി അങ്ങനെ കാത്തിരിക്കും. ആരാണ് ഈ അതിഥി? തിരൂരിൽ സമീർ ബിൻ കരീമുണ്ട്. നമുക്ക് ഈ അതിഥിക്ക് അടുത്തേക്ക് പോകാം. തിരൂർ തൃപ്രങ്ങോട് ക്ഷേത്രത്തിൽ ഉത്സവങ്ങൾക്കും ശിവരാത്രിക്കും മാത്രം എത്തുന്ന ഒരാളെ പരിചയപ്പെടാനാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. നാട്ടുകാരുടെ ഏറ്റവും പ്രിയപ്പെട്ടവൻ. 20 വർഷത്തെ സ്നേഹബന്ധത്തിൻ്റെ കഥയറിയാൻ നേരെ തൃപ്രങ്ങോട് ക്ഷേത്രത്തിലേക്ക്. അങ്ങനെ നമ്മൾ പരിചയപ്പെടാൻ പോയ ആളുടെ അടുത്ത് നമ്മളിതാ എത്തിയിരിക്കുകയാണ്. ആളിവിടെ തൊട്ടടുത്തുണ്ട്. ഗുരുവായൂർ രവികൃഷ്ണൻ. രവികൃഷ്ണൻ അങ്ങനെ നാട് ചുറ്റാനായി ഇറങ്ങിയിരിക്കുകയാണ്. തന്നെ സ്നേഹിക്കുന്നവരുടെ എല്ലാ വീട്ടിലേക്കും രവികൃഷ്ണൻ പോകും. അവർ ഭക്ഷണമെല്ലാം തയ്യാറാക്കി രവികൃഷ്ണനായി കാത്തിരിക്കുകയാണ്. രവികൃഷ്ണൻ്റെ പാപ്പാൻ ശ്രീകുമാറാണ്. ഈ കഴിഞ്ഞ 16 വർഷമായിട്ട് ഇവിടെ വരുന്നുണ്ടല്ലോ. എങ്ങനെയാണ് അതൊക്കെ? നല്ല ബന്ധമാണ്. എല്ലാവരുമായിട്ട് നല്ല ബന്ധമാണ്. അതുകൊണ്ടാണോ ഇങ്ങനെ എല്ലാ വർഷവും ഇങ്ങനെ വിളിക്കാൻ കാരണം? എല്ലാവരെയും ഒരു ഇത് കാരണം കൊണ്ടാണ് എല്ലാ വർഷവും വരുന്നത്. അഞ്ച് കിലോ അരി വേണം. അത് ഉണങ്ങല്ലരി വേണം. ഒരു 100 മഞ്ഞപ്പൊടി ഇടണം. മഞ്ഞപ്പൊടി ഇട്ട് അസലായി ഇളക്കി വെള്ളം വറ്റിച്ച് അത് ആറിയാൽ ഉരുള വരട്ടണം. ഉരുള വരട്ടിയിട്ട് അത് പാത്രത്തിലാക്കി വയ്ക്കുക. പിന്നെ ശർക്കര, നാളികേരം, പഴം, പിന്നെ മഞ്ഞുള്ള സാധനങ്ങളൊക്കെ കരിമ്പുണ്ടെങ്കിൽ അതാവാം, വെള്ളരിക്ക ഒക്കെ ഇതൊക്കെ കൊടുക്കാം. ആനയും മനുഷ്യരും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ ഇത്തരം ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റിലും ഒരുപാടുണ്ടാകും അല്ലേ? ക്യാമറമാൻ അബിദ് കലായിക്കൊപ്പം സമീർ ബിൻ കരീം, 24 തിരൂർ.